നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സെൻട്രൽ ജയിലിൽ അവൾക്കൊരു ഉറപ്പായെന്ന് വിശ്വസിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാ വിശാലിന്റെ കൂടെ അവളുടെ ഒരു എൻട്രി. അവള് വീണ്ടും നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ ആന്റി. തെളിവുകളെല്ലാം അവൾക്കെതിരാണെന്ന് DYSP തന്നെയല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് അറസ്റ്റ് നടന്നത്. വിശാല് പോയി എന്ത് മായാജാലമാ കാണിച്ചതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിച്ചിട്ട് എന്താ ആന്റി കാര്യം? അവള് നമ്മളെ വീണ്ടും തറ പറ്റിച്ചു. ആ സത്യം അംഗീകരിക്കാൻ എന്നിട്ട് അടുത്ത നീക്കം പ്ലാൻ ചെയ്യുക, വീണ്ടും പരാജയപ്പെടുക. കുറെ പ്ലാനിങ്ങും കണക്കുകൂട്ടലും ഒന്നും നടപ്പുള്ള കാര്യമല്ല. എന്താ ഉദ്ദേശിക്കുന്നത്? പാർവതിയുടെ കൂടെ ടോമാഞ്ചറി കളിക്കാനല്ലോ ജാസ്മിൻ ഇവിടെ നിൽക്കുന്നത്. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കേണ്ടെന്നാണ് ഏട്ടൻ പറഞ്ഞു വരുന്നത്. തിടുക്കം കാണിക്കണ്ട ഏട്ടാ. ഇനി മണ്ഡപത്തിൽ നിന്ന് നാണം കെടാൻ എനിക്ക് വയ്യ. നമ്മുടെ പ്ലാനിങ്ങിൽ എവിടെയാണ് പിഴവ് പറ്റിയതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് പരിഹരിക്കണം. അതിനുശേഷം മതി വിവാഹക്കാരുമായിട്ട് മുന്നോട്ട് പോവലൊക്കെ. നമ്മുടെ പ്ലാനിങ്ങിന്റെ പിഴവ് കൊണ്ടാണ് ഇത് സംഭവിച്ചെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതല്ലേ കാരണം. ആന്റി തന്നെ ആലോചിച്ച് നോക്ക്. വിശാൽ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുമ്പോ മണ്ഡപത്തിൽ അരവിന്ദൻ. അങ്കിളിന്റെ ആന്റിയുടെ മുന്നിൽ വെച്ചാ പാർവതി അങ്ങനൊരു നീക്കം നടത്തിയത്. അല്ല, അങ്കിളിന്റെ ആന്റിക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? അല്ല, എന്റെ കൺമുന്നിൽ വെച്ചോ? അതിന് ഞാൻ ആ ഏരിയയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. പോലീസിന്റെ വരവറിഞ്ഞ് മുങ്ങിയതല്ലേ. ആന്റിയുടെ കൺവെട്ടത്തുനിന്ന് അവൾ എങ്ങോട്ടും പോയിട്ടില്ല. ആന്റി വീട്ടമ്മ കളിക്കുമ്പോ അവള് വേലക്കാരി കളിക്കുന്നു. ആ വേഷത്തിൽ നിന്നുകൊണ്ട് അവൾ ഉദ്ദേശിച്ചെടുത്ത കാര്യങ്ങൾ സാധിച്ചെടുത്തില്ലേ. അവസാന നിമിഷേ അവള് തോറ്റുപോയത് ജാസ്മിന്റെ മിടുക്കുകൊണ്ടാണ്. പക്ഷെ DYSP സാർ നേരിട്ട് വന്ന് അവളെ അറസ്റ്റ് ചെയ്തോണ്ട് പോയില്ലേ? അത് ചേച്ചിയുടെ മിടുക്കല്ലേ? എന്നിട്ട് എത്ര ദിവസം അവള് ജയിലിൽ കിടന്നു? അല്ല, അതിപ്പോ അത് പിന്നെ ഉത്തരം ഉണ്ടാവില്ല. അത് ആന്റിയുടെ മിടുക്കാണെന്ന് സമ്മതിച്ചു തരണമെങ്കിലേ അവൾക്ക് ശിക്ഷ കിട്ടണം. പക്ഷെ എന്താ സംഭവിച്ചത്? അവൾക്കെതിരെ തെളിവുകളുണ്ട്, പക്ഷെ ശിക്ഷയില്ല. ആന്റി അല്ല ജയിച്ചത്, അവളാ ജയിച്ചത്. ആന്റി ഇനിയേ അവളുടെ കയ്യിൽ നിന്ന് അടവുകൾ പഠിക്കും. അവള് രക്ഷപ്പെട്ടതേ അവളുടെ മിടുക്കൊണ്ടൊന്നുമല്ല. വിശാല് പോയി ഇറക്കിക്കൊണ്ടു വന്നതല്ലേ. പാർവതി പോലീസ് കസ്റ്റഡിയിലാണെന്ന് അറിഞ്ഞപ്പോ ഹോസ്പിറ്റൽ ICUയിൽ നിന്നും വന്നതാണെന്ന് പോലും മറന്നിട്ടേ വിശാൽ അവളുടെ അടുത്തേക്ക് ഓടിയില്ലേ. അത് അവളുടെ മിടുക്കല്ലേ ആന്റി? മോളെ, അത് അയ്യോ, ഞാൻ ആന്റിയെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. നമ്മളെല്ലാരും നന്നായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയോ ഒരു പിഴവ് പറ്റി. അത് കണ്ടുപിടിച്ച് തിരുത്തിയിട്ടൊക്കെ മതി ഇനി മുന്നോട്ട് പോകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.